നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ നഗരവികസനം മീഡിയനും തണൽ മരങ്ങളും നീക്കം ചെയ്തു. റോഡിന് കുറുകെ കലുങ്ക് സ്ഥാപിക്കും. ഒറ്റവരി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മീഡിയനും മരങ്ങളും നീക്കം ചെയ്തത്. നഗരവികസനം മൂവാറ്റുപുഴയിൽ പൊടിശല്യം രൂക്ഷം. നഗരത്തിലെ വ്യാപാരികളും പൊതുജനങ്ങളും ദുരിതത്തിൽ. നടപടി സ്വീകരിക്കാതെ അധികൃതർ. പ്രശ്നപരിഹാരം കാണണമെന്ന് പ്രദേശവാസികളും വ്യാപാരികളും. മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിൽ പഠനോത്സവം ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ലഹരിക്കെതിരെയും ഗാർഹിക പീഡനത്തിനെതിരെയുമാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. ഉദ്ഘാടനം ചെയ്ത നഗരസഭാ ചെയർമാൻ പി എൽദോസ്. മൂവാറ്റുപുഴ മേഖല യൂത്ത് അസോസിയേഷൻ ഭവനത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. ശ്രേഷ്ഠ കത്തോലിക്ക ബെസേലിയോസ് തോമൻ പ്രഥമൻ ബാവയുടെ സ്മരണാർത്ഥമാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. മൂവാറ്റുപുഴ മേഖല മെത്രോപൊലീത്ത മാത്യൂസ് മോർ അന്തിമോസ് ശിലാസ്ഥാപനം നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനം ബോധവൽക്കരണ ക്ലാസ് നടത്തി IHMA. സ്ത്രീകൾക്കായുള്ള പോഷണവും ജീവിതശൈലി ക്രമീകരണങ്ങളും വിഷയത്തിലാണ് ക്ലാസ് നടത്തിയത്. ഡോക്ടർ ധന്യ ശശിധരൻ ക്ലാസ് നയിച്ചു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴത്ത് റോഡിന് നടുവിലുള്ള മീഡിയനും തണൽ മരങ്ങളും നീക്കം ചെയ്തു. റോഡിന് കുറുകെ കലുങ്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒറ്റവരി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മീഡിയനും തണൽ മരങ്ങളും നീക്കം ചെയ്തത്. മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴത്ത് റോഡിന് നടുവിലുള്ള മീഡിയന്റെ ഭാഗം പൊളിച്ചു നീക്കി. റോഡിന് കുറുകെ കലുങ്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് ഒറ്റവരി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഇതിനു മുന്നോടിയായാണ് കച്ചേരിത്താഴത്ത് റോഡിന് നടുവിലുള്ള മീഡിയന്റെ ഭാഗവും മരങ്ങളും നീക്കം ചെയ്തത്. റോഡിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് ചേമ്പറുകൾ കച്ചേരിത്താഴത്ത് ഒറ്റവരിയായി മാറ്റാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് കോടതി കെട്ടിടത്തിന്റെ സമീപത്തുനിന്ന് റോഡിന് കുറുകെ കലുങ്ക് നിർമ്മിക്കുന്നത്. മറുഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് ചേമ്പറിലേക്ക് ഇത് ബന്ധിപ്പിക്കും. കച്ചേരിത്താഴത്ത് കുരിശുപള്ളിക്ക് സമീപമാണ് കലുങ്ക് നിർമ്മാണം ആദ്യം നടക്കുക. നിർമ്മാണം നടക്കുമ്പോൾ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടാതിരിക്കാനാണ് കച്ചേരിത്താഴം കുരിശുപള്ളി മുതൽ കച്ചേരിത്താഴം കവല വരെ ഒറ്റവരി ഗതാഗതത്തിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നത്. റോഡിന്റെ പകുതി ഭാഗം കുഴിച്ചാണ് നിർമ്മാണം ആരംഭിക്കുക. ഈ സമയം റോഡിന്റെ ഒരു ഭാഗത്തുകൂടി മാത്രമായിരിക്കും ഗതാഗതം. കച്ചേരിത്താഴം ജംഗ്ഷനിൽ നിന്ന് വെള്ളോർക്കുന്ന ഭാഗത്തേക്കും കുരിശുപള്ളിക്ക് സമീപത്തു നിന്ന് മറുഭാഗത്തേക്കും ഗതാഗതം രണ്ടുവരിയായി തുടരും. വാഹനങ്ങൾ കടന്നുപോകാൻ സൗകര്യമൊരുക്കുന്നതിനായാണ് കച്ചേരിത്താഴം ജംഗ്ഷന്റെ ഭാഗത്തുള്ള മീഡിയൻ പൊളിച്ചു നീക്കിയത്. നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴയിൽ പൊടിശല്യം രൂക്ഷം. നഗരത്തിലെ വ്യാപാരികളും പൊതുജനങ്ങളും പൊടിശല്യത്തിൽ വലയുകയാണെങ്കിലും നടപടി സ്വീകരിക്കാതെ അധികൃതർ. മൂവാറ്റുപുഴ നഗര റോഡ് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊടിശല്യം രൂക്ഷമാകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗങ്ങൾ വെള്ളമൊഴിച്ച് നനച്ചാൽ പ്രശ്നപരിഹാരമാകുമെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ അതിന് തയ്യാറാവുന്നില്ലെന്നാണ് ആരോപണം. നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി കോൺക്രീറ്റ് ചേമ്പറുകൾ സ്ഥാപിക്കുന്ന ജോലിയാണ് ഇപ്പോൾ MC റോഡിൽ നടക്കുന്നത്. റോഡിന് ഇരുവശവും വെള്ളമൊഴുക്കുന്നതിനും കുടിവെള്ള പൈപ്പുകളും ടെലിഫോൺ, ഇലക്ട്രിക് കേബിളുകൾ തുടങ്ങിയവ കൊണ്ടുപോകുന്നതിനുമുള്ള ചേമ്പറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് അരമനപ്പടി മുതൽ കച്ചേരിത്താഴം വരെയുള്ള ഭാഗങ്ങളിൽ പൊടിശല്യം രൂക്ഷമായിരിക്കുകയാണ്. പൊടിശല്യം മൂലം നഗരത്തിലെ വ്യാപാരികളും പൊതുജനങ്ങളും ദുരിതത്തിലാണ്. വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് പൊടിശല്യം സൃഷ്ടിക്കുന്നതെന്നും കച്ചവട സാധനങ്ങൾ പൊടിപിടിച്ച് നശിക്കുകയാണെന്നും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു. കഴിഞ്ഞ 2 മാസമായിക്കൊണ്ട് റോഡ് വികസനത്തിനു വേണ്ടി എടുത്ത വീതി കൂട്ടിയ സ്ഥലങ്ങളിലെ മണ്ണ് ഈ വേനലിൻ്റെ ചൂട് മൂലം അത് ഏറ്റവും കുറഞ്ഞ പൊടി പോലെ വളർന്നുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും PO ജംഗ്ഷനിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ, തുണിത്തരങ്ങളടക്കമുള്ള മറ്റു പല ഉൽപ്പന്നങ്ങളും ഇന്ന് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വലിയ നഷ്ടവും, അവിടെ ഇരിക്കുന്ന പല വ്യാപാരികളും ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടുകൊണ്ടും ഒരാഴ്ച വരെ ആശുപത്രിയിൽ കിടന്ന ആളുകൾ വരെ അവിടെയുണ്ട്. ശ്വാസം മുട്ടുള്ള രോഗികളുണ്ട്. അപ്പോൾ അത് വഴിയാത്രക്കാരെ അടക്കം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നിരവധി തവണ ഇതിൻ്റെ കോൺട്രാക്ടറോടെല്ലാം എല്ലാ ദിവസവും നനച്ചു കൊടുക്കാൻ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചതാണ്. ഏതോ 1-2 ദിവസങ്ങളിലൊന്ന് പേരിൽ നനച്ചു പോയതല്ലാണ്ട് ആ ബുദ്ധിമുട്ട് മാറ്റുള്ള നടപടികൾ ഈ കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവരെ നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ഇനിയും ഇങ്ങനെ തുടർന്നാൽ ഈ വികസനത്തിൻ്റെ പേരിൽ വ്യാപാരികൾ മാത്രമല്ല ജനങ്ങളടക്കം ബുദ്ധിമുട്ടിലാകുകയും അതിന് എന്തെങ്കിലും സംവിധാനം ഒരുക്കണമെന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങും. വെള്ളമൊഴിച്ച പൊടിശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും ആവശ്യം. എല്ലാ മാസവും 1000 നാളിൽ ഇലങ്ങവരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സർപ്പപൂജ. മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെയും ഗാർഹിക പീഡനത്തിനെതിരെയും ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിൽ പഠനോത്സവത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെയും ഗാർഹിക പീഡനത്തിനെതിരെയും കച്ചേരിത്താഴത്ത് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു.
വില കൊടുത്തു വാങ്ങി നമ്മളാടുപാടുകളതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തിന്നയിൽ അട്ടെടുത്തു തിന്ന പോലെ കൃഷ്ണനീതി സ്ത്രീധനം. മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. ഈ പോരാട്ടം നമുക്ക് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. നാടിനെ നശിപ്പിക്കുന്ന മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ലഹരിക്കടിമപ്പെട്ട ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഈ സ്കൂളും അതുപോലെ തന്നെ സ്കൂളിലെ പ്രവർത്തകരും ഈ നാട്ടുകാർ ചേർന്ന് പദ്ധതി പരിപാടിയും ആവിഷ്കരിച്ച് മുന്നോട്ട് പോകണം. എക്സൈസ് ഓഫീസർ ഫൈസൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പ്രത്യേകിച്ച് മയക്കുമരുന്നിൻ്റെ ഉപയോഗം അത് ഒരു കാലഘട്ടത്തിൽ വളരെ ചുരുക്കം ആളുകളിൽ ഒതുങ്ങി നിന്നതായിരുന്നുവെങ്കിൽ ഇന്ന് സ്കൂൾ തലം മുതൽ 8 വയസ്സ് മുതൽ 10 വയസ്സ് മുതൽ ഉള്ള കുട്ടികളിലേക്ക് അത് എത്തിച്ചേരുന്ന ഒരു ഭീകരമായ സ്ഥിതിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിനെ ഏതു വിധേനയും ചെറുക്കേണ്ടതുണ്ട്. ഇത് അവസാനിപ്പിച്ചില്ല എങ്കിൽ തലമുറകളെ തന്നെ നശിപ്പിക്കുന്ന സമൂഹത്തെ ആകെ വികസിച്ചിരിക്കുന്ന ഈ അപകടത്തെ തുരത്തിയില്ല എങ്കിൽ നാടിനെ ആകെ നശിപ്പിക്കപ്പെടും എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് എക്സൈസ് അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെഡ് മിസ്ട്രസ് ഡീന KG അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സൂസൻ കോരത്ത്, നഗരസഭാ കൌൺസിലർമാരായ മീര കൃഷ്ണൻ, KK സുബൈർ, ജാഫർ സാദിഖ്, അമൽ ബാബു എന്നിവർ പ്രസംഗിച്ചു. പഠനോത്സവത്തിന്റെ ഭാഗമായി അധ്യാപിക റാണി S കല്ലടാന്തിയിലിന്റെ നേതൃത്വത്തിൽ കുട്ടിത്തട്ടുകടയും നടത്തപ്പെട്ടു. ശ്രേഷ്ഠ കത്തോലിക്ക ബെസേലിയോസ് തോമൻ പ്രഥമൻ ബാവയുടെ സ്മരണാർത്ഥം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടത്തി. മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി സംഭാവനയായി മാറാടിയിൽ നൽകിയ സ്ഥലത്ത് മൂവാറ്റുപുഴ മേഖല യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ഭവനത്തിന്റെ ശിലാസ്ഥാപനം മൂവാറ്റുപുഴ മേഖല മെത്രോപൊലിത്ത മാത്യൂസ് മോർ അന്തിമോസ് നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. IHMA കേരള വിമൻസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ നടന്ന അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിൽ ഹെൽത്തി ഹാർമണിയുടെ ഭാഗമായി ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ എറണാകുളം ജില്ലാ വനിതാ വിഭാഗത്തിന്റെയും ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ IQAC വുമൺ സെൽ ആൻഡ് കൌൺസിലിംഗ് സെല്ലിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. സ്ത്രീകൾക്കായുള്ള പോഷണവും ജീവിതശൈലി ക്രമീകരണങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ ധന്യ ശശിധരന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത്. കേരളത്തിലെ #1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മേമൂട് ചിറപ്പുറത്തിലെത്ത് CN പുരുഷോത്തമൻ ഇളയത് 73 നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 4-ന് വീട്ടുവളപ്പിൽ നടത്തപ്പെട്ടു. പരേതൻ പാമ്പാക്കുടയിലെ വ്യാപാരിയാണ്. ഭാര്യ രാധ തൃപ്പൂണിത്തറ ചേന്ദമംഗലത്തിലും കുടുംബാംഗമാണ്. മക്കൾ പ്രതീഷ്, രതീഷ്, മരുമക്കൾ ശ്രീവിദ്യ, സൂര്യ. കാലമ്പൂർ മുഹമ്മദ് 48 നിര്യാതനായി. കബറടക്കം നടത്തി ഭാര്യ റംല, മക്കൾ റംഷാദ്, ജാസ്മിൻ, അൻസിയ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.